പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നടത്തിയ ആ കളർ കലക്കൽ മഹാമഹത്തിന് ശേഷം അടുത്ത കളർ കലക്കൽ മഹാമഹമാണ്. ഇവിടെ അത്ര ഈസി ആയല്ല ചെയ്യുന്നത്. ഒരു ഒക്ടോപ്പസിനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രോയിങ് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതും കുറച്ച് കളറുകൾ മാത്രമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെഡാണ് കൂടുതൽ ഉപയോഗിച്ചത്. ഇവിടെ ബ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ബ്ലൂവും അല്പം റെഡ് ഗ്രീനും മിക്സ് ചെയ്ത നിറമാണ്. നോക്കുക, സ്കെച്ച് ഇട്ട് കഴിഞ്ഞു. സ്കെച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് വരയ്ക്കാൻ, പക്ഷേ നിറം ചെയ്യുന്നതിൽ വളരെ ഈസിയാണ്. കാരണം കൂടുതൽ മിക്സ് ചെയ്ത് പേടിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്ടോപ്പസിനെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കി വരയ്ക്കുകയും ചെയ്യാം. ആദ്യം എടുക്കുന്നത് സെർലിൻ ബ്ലൂ ആണ്. കുറച്ച് അൾട്രാമറൈൻ മിക്സ് ചെയ്യുന്നു. ഇനി കുറച്ച് വെള്ളം കൂടി എടുത്ത് കുറച്ച് വെർഡിൻ ഗ്രീൻ മിക്സ് ചെയ്യുന്നു. അപ്പോൾ അക്വ ഗ്രീൻ എന്നൊരു നിറമാണ് കിട്ടുന്നത്. അക്വ ഗ്രീൻ കറക്റ്റ് ഇതല്ല, ഏകദേശം അതുപോലുള്ള നിറമാണ്. ഗ്രീനും ബ്ലൂവും മിക്സ് ചെയ്ത് വരുന്ന ഒരു നിറമാണ്. സാബ് ഗ്രീൻ ഉപയോഗിക്കാതിരിക്കുക. സാബ് ഗ്രീൻ ഉപയോഗിച്ചാൽ വേറൊരു നിറമാണ് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റെഡ് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രൗൺ ഉപയോഗിക്കാം. പല നിറത്തിലുള്ള അതായത് കളർ കോമ്പിനേഷൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ല, കളർ കോമ്പിനേഷൻ ഇത് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടി കളറായും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ആദ്യം ആ ഒരു തലഭാഗം വരച്ചു. അവിടെ കണ്ടോ, ഒരു ചെറിയ ഹൈലൈറ്റ് വിട്ട് താഴേക്ക് കുറച്ച് ഡാർക്കൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. ബ്ലൂ മാത്രമാണ്, ഗ്രീൻ താഴേക്ക് കൂടുതലില്ല. ആദ്യത്തിൽ കുറച്ച് ഗ്രീൻ മിക്സ് ചെയ്തിരുന്നു. തലയുടെ ഭാഗത്ത് ഒരു ഡാർക്ക് കൂടി ചേർത്തു. ഇതൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ഏകദേശം നമുക്ക് ഉരുണ്ടതായി തോന്നണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ചെല്ലാം പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ചാൽ നിങ്ങൾ ഈ ചലഞ്ച് ഇവിടെ നിർത്തി ഓടിപ്പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പേടിക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. കയ്യും കാലും എല്ലാം വരയ്ക്കുന്നു. ഇതിന് 8 കാലാണ് ഉണ്ടാവുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒക്ടോപ്പസ് 8 കാല് തന്നെയാണെന്നൊരു തോന്നൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതലുള്ള കാലുകളുള്ള ഒക്ടോപ്പസിനെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എത്രയാണ് കൃത്യമായിട്ട് എനിക്കറിയില്ല. 8 ഞാൻ കണ്ടിരിക്കുന്നത്. ഇതിന് പല നിറങ്ങളും ഭാവങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവിയാണ് ഇതെന്നാണ് പറയുന്നത്. കയ്യിലും കാലിലും എല്ലാം ബുദ്ധിയുണ്ടെന്നാണ് പറയുന്നത്. സത്യമാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ചേർക്കുക. വീണ്ടും ബ്ലൂ ചേർത്തു. കണ്ടോ, എന്തിനാണ് ചേർക്കുന്നത്? കുറച്ചൊന്ന് ഉരുണ്ടതായി തോന്നാൻ തന്നെയാണ്. എന്നാൽ നമുക്കത് സ്മൂത്തായി ചെയ്തുകൊണ്ടേ ചെയ്യാം. പക്ഷേ വാട്ടർ കളർ എനിക്കിഷ്ടം റഫായി ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ചെയ്യുക. നമുക്ക് തലഭാഗം കുറച്ച് ഉരുണ്ട് കിട്ടണം, കൈകാലുകളും കിട്ടണം. കൈകാലുകളുടെ അടിഭാഗം ശരിക്ക് റെഡ് കളറൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പല നിറങ്ങളിലുണ്ട്. ഇവിടെ ഞാൻ അടിഭാഗത്തിന് ചെയ്യുന്നില്ല. വളരെ സിമ്പിളാക്കാൻ വേണ്ടി ഒരൊറ്റ ലെയർ ബ്ലൂ കൊണ്ട് തന്നെ ഇതിനെ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അടുത്ത കൈകാലുകൾ വരയ്ക്കുന്നു. ഒരു കൈ പുറകിലുണ്ട്, ബാക്കിയുള്ള കൈകൾ 4 സൈഡിലേക്കും ഇതുപോലെ വിടർന്നു നിൽക്കുന്ന രീതിയിലാണ്. എനിക്ക് ഈ കടലിൽ കാണുന്ന ജീവികളിൽ ഏറ്റവും ഇഷ്ടം ഈ ഒരു ജീവിയാണ്. അത്രയ്ക്ക് വൈവിധ്യമാർന്ന ജീവികൾ ഈ ഒരു ജീവിവർഗത്തിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജീവിയാണിത്. വെള്ളത്തിൽ കാണുന്ന ജീവികളിലാണ് പറയുന്നത്. അതുപോലെ തന്നെ കരയിൽ കാണുന്ന ജീവികളിൽ ഏറ്റവും ഇഷ്ടം ഓന്തിനെയാണ് കേട്ടോ. ഓന്തും ഇതുപോലെ തന്നെയാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയാണ് അതിനുള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കുറച്ചുകൂടി ഡാർക്ക് ചേർക്കുന്നു. അടുത്ത കാല് വരയ്ക്കുന്നു. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 കാലുകളായിട്ട് ഒരു കാല് കൂടി വരയ്ക്കാനുണ്ട്. 8 കാലുകൾ എവിടെയെങ്കിലുമൊക്കെ കുത്തിത്തിരികി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും പേടിയില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. വളരെ ടഫായി പണ്ട് ചാക്കോ മാഷ് പറഞ്ഞതുപോലെ പറഞ്ഞാലൊന്നും ചിത്രം വരെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി പറയുകയാണ്. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കണം. ഓരോ ചിത്രങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ ചേർക്കേണ്ടത്. നന്നായിട്ടുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾ ചേർക്കേണ്ടത്. തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട് എന്ന് കൂടി പറയണം. ഒരു കാൽ ഞാൻ വരയ്ക്കാതെ വിടുകയാണോ? അതെ, ഒരു കാൽ വരച്ചിട്ടില്ല. 1, 2, 3, 4, 5, 6, 7 കാലുകളുള്ളൂ. ഇനി ഒരു കാൽ കൂടി ഇല്ലേ? എവിടെ പഹയ? ഒരു കാല് മറന്നുപോയാ? ഒരു കാല് മറന്നുപോയി. അപ്പോൾ 7 കാലുള്ള ഒക്ടോപ്പസിനെ വരച്ചത്. ഇത് കണ്ണല്ല കേട്ടോ വരച്ചത്. അപ്പോൾ കണ്ണുപോലെ തോന്നുന്നില്ലേ? വെറുതെ 2 പുള്ളികളിട്ടാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. കണ്ണൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, വെറുതെ കുറച്ച് പുള്ളികളിടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളായി കണ്ടാൽ മതി. ഇപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഒരു കണ്ണായി തോന്നുന്നുണ്ടല്ലേ? ഞാൻ വരച്ചപ്പോൾ എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് എനിക്കത് തോന്നുന്നത്. ഒരു ഭാഗം കുറച്ചൊന്ന് ഡാർക്ക് ആക്കുന്നു, ഒരു സ്ട്രോക്ക് ഇടുന്നു. അപ്പോൾ കുറച്ച് കട്ടിയുള്ളതായി നമുക്കത് ഫീലാവും. ഒരു കാലം എന്താണ് വരയ്ക്കാതെ വിട്ടത്? മറന്നുപോയി.
ഇനി കുറച്ച് വൈറ്റ് എടുത്ത് നമ്മൾ സ്പ്രേ ചെയ്യുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് വൈറ്റ് ഒരു ഇല വരച്ചപ്പോൾ സ്പ്രേ ചെയ്തിട്ടുണ്ട്, റെഡ് കളറിൽ ഇല വരച്ചപ്പോൾ. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് പോസ്റ്റർ കളർ എടുത്ത് സ്പ്രേ ചെയ്യുകയാണ്. അപ്പോൾ അത് അതിലേക്ക് പരന്നു പോവും, എന്തൊക്കെയോ കുറേ ടെക്സ്ചർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാത്തിനും ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതിന് ചെയ്യാം. ഞാൻ വെറും ഒരു ഹിൻഡ് തരികയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊരു ഹിൻഡ് മാത്രം തരികയാണ്. നിങ്ങൾ പരീക്ഷിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയാറ്. ഇതുപോലെ തന്നെ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈസിയാവും. അപ്പോൾ നിങ്ങളുടെ പരീക്ഷണത്തിൽ നിങ്ങൾ തോൽക്കാനും ജയിക്കാനും എല്ലാം മനസ്സുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചലഞ്ച് തുടങ്ങിയത് തന്നെ. ഇനി നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യണം. ലാൻഡ്സ്കേപ്പും എല്ലാം നമ്മുടെ ചാനൽ വരും, ഒപ്പം തന്നെ ചെറിയ വീഡിയോകളും വരും. എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു ചാനലാക്കി നമുക്കിതിനെ മാറ്റിയെടുക്കണം. ആദ്യം കുറച്ച് പരത്തിയെടുത്തു, കുറച്ച് സ്പ്രേ ചെയ്തു. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം താഴെ ചേർക്കാം കമൻറ്റ് ബോക്സിൽ. അധികം പേരും കമൻറ്റ് ചെയ്യാതെ വിടുകയാണ്. കുറേ പേർ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് എപ്പോഴും പറയലുണ്ട്. നിങ്ങൾ ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഈ ഒക്ടോപ്പസിൻ്റെ തലയിൽ നിന്ന് കുറച്ച് കളർ പരന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും ചെയ്ത് തെറ്റി ശരിയായി നമുക്കതിനെ വരയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് വാട്ടർ കളറിൻ്റെ ചന്തം. പിന്നീട് ആ ഒരു മാർക്കർ പെന്ന്, CD മാർക്കർ പെന്നെടുത്ത് അതിനൊരു ഔട്ട്ലൈൻ കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി അത് ഫിനിഷായി നമുക്ക് ഫീലാവും. ഇത് ഇടണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യം വൈറ്റ് സ്പ്രേ ചെയ്തില്ല, അതിന് പകരം ആ വൈറ്റ് കൊണ്ട് ചെറിയ പുള്ളികളിട്ട് ഇതിനെ കുറച്ചുകൂടി ചന്തം കൂട്ടാം. അപ്പോൾ മൾട്ടി കളറൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് പുള്ളികളോട് ഇട്ടാൽ അടിപൊളിയാവും. അപ്പോൾ അങ്ങനെയെല്ലാം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇവിടെ ഈ ഔട്ട്ലൈൻ ഇടലോടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ വർക്ക് കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായി വരയ്ക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ സന്തോഷം. ഇനിയും വരയ്ക്കുക. ഇനിയും വീഡിയോകൾ വരുന്നുണ്ട്. നമ്മൾ 34 വീഡിയോകളായിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം, ബൈ.